വീട്ടിൽ രണ്ടടുക്കള എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ദാ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഒരു വീട്ടിൽ രണ്ടടുക്കള. മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരും വഴക്കും ഒക്കെയാണ്. എല്ലാ സീസണിലും അതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ രണ്ടടുക്കള ആദ്യമായിട്ടാണ് കേട്ടോ. ആ ചരിത്രവും ദാ സീസൺ 7 കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു വീട്ടിൽ രണ്ടടുക്കള എന്താ അല്ലേ? ബിഗ് ബോസ് വീട്ടിലും ഇപ്പോൾ അത്തരത്തിൽ തന്നെയാണ് കേട്ടോ, രണ്ടടുക്കള. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഫുഡ് ഉണ്ടാക്കടിയെന്ന് നൂറെടുത്ത് നിവിൻ പറഞ്ഞിരുന്നു. ധൈര്യം കാണിച്ച് നൂറ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ പോയി. ആ സമയത്താണല്ലോ ഷാനവാസിന് അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും ഷാനവാസിനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. ഇവിടെ പട്ടായ ഗേൾസ് എല്ലാവരോടും പറഞ്ഞു നമുക്ക് അവരുടെ ഫുഡ് വേണ്ട. അവർ ഫുഡ് വേണ്ടാന്ന് വെക്കാനുള്ളൊരു കാരണം ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയും ബിഗ് ബോസ് ഇങ്ങനെ ഒരു അറിയിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് മാറ്റാണെന്ന്. ഈ ഒരു ടെൻഷനിൽ ഇവർ നേരെ സ്മോക്കിംഗ് റൂമിലേക്കാണ് ഈ 3 പേരും കൂടി പോയത്. ആര്യനും അക്ബറും നിവിനും കൂടി പോയത്. അവിടെ പോയി സിഗരറ്റ് വലിക്കുന്നു, കരയുന്നു ഒക്കെ ഉണ്ടായിരുന്നു. സിഗരറ്റ് വലിച്ച് നേരെ കൈ പോലും കഴുകാതെ നേരെ അടുക്കളയിലേക്ക് പോകുന്നു. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു, ഒരാൾ ഫുഡ് ഉണ്ടാക്കുന്നു, ഒരാൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു. അത്തരത്തിലൊക്കെ ആയിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പട്ടായ ഗേൾസ് അവിടെ ഇരുന്നിട്ട്. അവർ പറയുന്നുണ്ട്, ഓ കൈ പോലും കഴുകിയിട്ടില്ല, ഇവന്മാരൊക്കെ എന്താ, ഇതൊക്കെയല്ലേ നമ്മൾ കഴിക്കേണ്ടേ? ഇവന്മാരുടെയൊക്കെ വീട്ടിൽ ബെഡ്റൂമിലും കൊണ്ടുപോയി ഫുഡ് കൊടുക്കുന്ന ശീലമായിരിക്കും, അതാണ് ഇവിടെ വന്നിട്ട് കാണിക്കുന്നതെന്ന്. ഫുഡിൻ്റെ വിലയില്ല, ഫുഡിനോട് റെസ്പെക്റ്റ് ഇല്ല, ഒരു വൃത്തിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. അനുമോളും ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്. അതൊരു തരത്തിൽ അവർ കോൺഷ്യസ് ആയിരിക്കും. അവരല്ലേ ഭക്ഷണം കഴിക്കുന്നത്. സിഗരറ്റ് വലിച്ചിട്ട് അത് അങ്ങനെ തന്നെ വന്ന് കൈ പോലും കഴുകാതെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുക. വെജിറ്റബിൾസ് കഴുകിയിട്ടായിരിക്കും ചിലപ്പോൾ വെക്കുന്നത്. എന്തോ അങ്ങനെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല. ഇത് കണ്ടിട്ടാണ് അനുമോൾ പറഞ്ഞത് എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് വേണ്ട കേട്ടോ, രാവിലെ വേണ്ട ഇവൻ്റെ ഫുഡൊന്ന്. അപ്പോൾ അതിലേയും പറയുന്നുണ്ട്. നൂറ പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അത് ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. പിന്നെ അനീഷിന് കഞ്ഞി വേണമെന്ന് പറഞ്ഞപ്പോൾ കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവരങ്ങനെ 3 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അനീഷിനുള്ള ഫുഡും ഉണ്ടാക്കുന്നുണ്ട്. സാബുമാന് കോൾ അടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും കിട്ടും അവിടെ നിന്നും കിട്ടും കേട്ടോ, രണ്ടിടത്തും ഫുഡ് കിട്ടും. അക്ബറിനും ആര്യനും നിവിനുള്ള ഫുഡ് അവരുണ്ടാക്കുന്നു, മറ്റവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇവരുണ്ടാക്കുന്നു. ഒരുപക്ഷെ ഇവിടെ സാധനങ്ങൾ ഇത്തവണ കൂടുതലുള്ളതിൻ്റെ ഒരു അഹങ്കാരമാണ് കേട്ടോ. കുറവാണെങ്കിൽ ഇത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് കൂടുതലുള്ളതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടടുക്കളയൊക്കെ വന്നിരിക്കുന്നത്. രണ്ടടുക്കള വരാനുള്ള മെയിൻ റീസൺ ഈ ഒരു ഹൈജീൻ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവർ പറയുന്നത് നമുക്ക് അവരുടെ ഫുഡ് വേണ്ടാന്ന്. മറ്റവരാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും എന്നുള്ള വാശിയിൽ നിവിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവസാനം നിവിൻ പറയുന്നുണ്ട്, ദാ കിച്ചണിൽ കയറിയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാട്ടോ, ഞാൻ ആ ഒരു ഫ്രീഡം തന്നിരിക്കുകയാണ് ക്യാപ്റ്റൻ നിലയ്ക്കുന്നത്. ആ ഒരു ബോധോദയമൊക്കെ ഉണ്ടായത് ഇപ്പോഴാണ്, പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ. രണ്ടടുക്കള ടോപ്പിക് ഉറപ്പായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയാകും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാമെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.